യാക്കോബിന്റെ ലേഖനം 1-ാം അധ്യായം 25-ാമത്തെ വാക്യം. സ്വാതന്ത്ര്യത്തിന്റെ പരിപൂർണ ന്യായപ്രമാണം സൂക്ഷിച്ചു നോക്കുകയും അതിൽ നിലനിൽക്കുകയും ചെയ്യുന്നവൻ കേട്ടു മറക്കുന്നവനല്ല, പിന്നെയോ പ്രവൃത്തി ചെയ്യുന്നവനാകയാൽ തന്റെ പ്രവൃത്തിയിൽ അനുഗ്രഹിക്കപ്പെട്ടവനാകും. നമ്മള് ആ വാക്യത്തിൽ കഴിഞ്ഞ ആഴ്ച, അതിനു മുമ്പത്തെ ആഴ്ച മുതലൊക്കെ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത് ദൈവത്തിന്റെ വചനം, അതിന്റെ പ്രാധാന്യം, അത് കേൾക്കുക മാത്രമല്ല അത് പ്രവർത്തിക്കുന്നവരായിരിക്കണം. വീണ്ടും അവിടെ ഒരു വാക്ക് നമ്മൾ വായിക്കുന്നു, സ്വാതന്ത്ര്യത്തിന്റെ പരിപൂർണ ന്യായപ്രമാണം. സ്വാതന്ത്ര്യത്തിന്റെ പരിപൂർണ ന്യായപ്രമാണം, ദ പെർഫെക്റ്റ് ലോ, ദ ലോ ഓഫ് ലിബർട്ടി. ആ വാക്ക് തന്നെ 2:12 നമ്മളത് കാണുന്നുണ്ട്. സ്വാതന്ത്ര്യത്തിന്റെ ന്യായപ്രമാണത്താൽ വിധിക്കപ്പെടുവാനുള്ളവരെ പോലെ സംസാരിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യും. ഈ പദം സ്വാതന്ത്ര്യത്തിന്റെ ന്യായപ്രമാണം കുറച്ച് വിശദമായി ചിന്തിക്കാൻ പോവുക. കാരണം ഇത് നിരന്തരമായി കേൾക്കേണ്ടത് ആവശ്യമാണ്. നമ്മൾ ആത്മീക ജീവിതത്തിലായിരിക്കുമ്പോൾ വളരെ വേഗത്തിൽ ആത്മീകമായിട്ടുള്ള കാര്യങ്ങൾ ഒരു മതത്തിന്റെ സ്വഭാവത്തിലേക്ക് തെന്നിപ്പോകാനുള്ള സാധ്യത വളരെ അധികമാണ്. അതിൻ്റെ ആവശ്യം എന്താണ്? അതിൻ്റെ ആവശ്യം വളരെ അധികമാണ്. ഇത് തമ്മിൽ വളരെ അടുത്ത് കിടക്കുന്നതാണ്. അതായത് മതം എന്ന് പറയുന്നതും ആത്മീകത എന്ന് പറയുന്നതും ഇത് 2 രീതികളാണ്, അല്ലെങ്കിൽ 2 കാര്യങ്ങളാണ്. പക്ഷേ ഇത് ഒന്നിനോടൊന്ന് മെർജ് ചെയ്യാനുള്ള, ഒന്നിനോടൊന്ന് ഒട്ടിപ്പോകാനുള്ള സാധ്യത വളരെയധികം ആണ്. ഇവിടെ പറയുന്നത് സ്വാതന്ത്ര്യത്തിന്റെ ന്യായപ്രമാണം, അതോടൊപ്പം തന്നെ മറ്റൊരു ന്യായപ്രമാണമുണ്ട്, അടിമത്വത്തിലേക്ക് നയിക്കുന്ന ന്യായപ്രമാണം. പഴയ നിയമത്തിലെ ന്യായപ്രമാണം മനുഷ്യനെ അടിമത്വത്തിലേക്ക് നയിക്കുമ്പോൾ പുതിയ നിയമത്തിലെ പ്രമാണങ്ങൾ മനുഷ്യനെ സ്വാതന്ത്ര്യത്തിലേക്ക് നയിക്കുന്നു. എന്നാൽ നമ്മൾ സ്വാതന്ത്ര്യത്തിൽ തുടങ്ങിയെങ്കിലും കുറച്ച് മുന്നോട്ട് പോകുമ്പോൾ അടിമത്വത്തിന്റെ സ്വഭാവത്തിലേക്ക് പോകാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ വിശദമായി അത് നോക്കുന്നത്. ഇവിടെ യാക്കോബ് പറയാണ്, സ്വാതന്ത്ര്യത്തിന്റെ പരിപൂർണ ന്യായപ്രമാണമാണ് സൂക്ഷിച്ചു നോക്കേണ്ടത്. എന്താണ് ന്യായപ്രമാണത്തിന്റെ ഉദ്ദേശം? അല്ലെങ്കിൽ എന്താണ് ന്യായപ്രമാണം? വാട്ട് ഈസ് ലോ? ന്യായപ്രമാണത്തിന്റെ ലക്ഷ്യം എന്ന് പറയുന്നത് ന്യായപ്രമാണമല്ല, മറിച്ച് ദൈവമാണ്. നമുക്കറിയാം, ഓടുന്ന ഓട്ടക്കളത്തിൽ ചിലപ്പോൾ ട്രാക്ക് തിരിക്കാറുണ്ട്, പല രീതിയിൽ ട്രാക്ക് തിരിക്കാറുണ്ട്. ഈ ട്രാക്ക് തിരിക്കലല്ല ഉദ്ദേശം. ട്രാക്ക് തിരിക്കുന്നത് എന്തിനാണ്? ട്രാക്ക് തിരിക്കുന്നത് ഒരു ലക്ഷ്യത്തിൽ എത്താൻ വേണ്ടി നമുക്ക് നൽകുന്ന സൗകര്യമാണ് ട്രാക്ക്. എന്നാൽ ട്രാക്ക് നമുക്ക് ലക്ഷ്യമായിട്ട് മാറാം. ചില സമയത്ത് നമ്മൾ യാത്ര ചെയ്യുമ്പോൾ നമുക്ക് ദിശ കാണിക്കാൻ, അല്ലെങ്കിൽ നമുക്ക് പോകേണ്ട സ്ഥലത്തേക്ക് കാണിക്കാനുള്ള സൈൻ ബോർഡ്സ് നമ്മൾ കാണാറുണ്ട്. ആരും തന്നെ ഈ സൈൻ ബോർഡിന്റെ അടിയിൽ വന്ന് താമസിക്കാറില്ല. ഈ സൈൻ ബോർഡിന്റെ ഉദ്ദേശം എന്ന് പറയുന്നത് ലക്ഷ്യത്തിലേക്ക് വഴി കാണിക്കലാണ്. അപ്പൊ എന്താണ് ന്യായപ്രമാണം? ന്യായപ്രമാണം എന്ന് പറയുന്നത് അത് അതിൽ തന്നെ അന്തിമമല്ല. അതുകൊണ്ടാണ് ന്യായപ്രമാണം എടുത്ത് നമ്മളിങ്ങനെ മുത്താറില്ല. ന്യായപ്രമാണം അല്ലെങ്കിൽ ബൈബിളിന് ദൈവത്തിന്റെ സ്ഥാനം നമ്മൾ കൊടുക്കാറില്ല. ന്യായപ്രമാണം എന്നുള്ളത് ദൈവത്തിന്റെ വഴിയിലേക്ക്, അല്ലെങ്കിൽ ദൈവത്തിന്റെ ഉദ്ദേശത്തിലേക്ക്, അല്ലെങ്കിൽ ദൈവത്തിലേക്ക് എത്താനുള്ള ഒരു ട്രാക്ക് മാത്രമാണ്. എങ്ങനെയാണ് ഞാൻ ഈ ദൈവം തന്നിരിക്കുന്ന പ്രമാണങ്ങൾ, ഈ പ്രമാണങ്ങൾ നിർവഹിക്കുന്നത്? 2 രീതിയിൽ പ്രമാണങ്ങൾ നിർവഹിക്കാം. ഒന്ന്, ദൈവത്തോടുള്ള സ്നേഹത്തിൽ നിർവഹിക്കാം. മറ്റൊന്ന്, എൻ്റെ ശ്രമഫലമായി നിർവഹിക്കാം. ദൈവത്തോടുള്ള സ്നേഹത്തിൽ നിർവഹിക്കുമ്പോഴാണ് ന്യായപ്രമാണം സ്വാതന്ത്ര്യത്തിന്റെ ന്യായപ്രമാണമായിട്ട് മാറുന്നത്. അല്ലെങ്കിൽ ഈ ന്യായപ്രമാണം നമുക്ക് വലിയ ഭാരമാണ്. എന്തുകൊണ്ടാണ് ദൈവത്തിന്റെ കൽപ്പനകൾ പലപ്പോഴും ഭാരമായി മാറുന്നത്? കാരണം കൽപ്പന വലുതായതുകൊണ്ടല്ല, കർത്താവിനോടുള്ള സ്നേഹം കുറയുന്നു. നമ്മൾ തെറ്റിദ്ധരിക്കുകയാണ്.
നമ്മളെ തെറ്റിദ്ധരിക്കുന്ന എന്താണ്? ഈ ന്യായപ്രമാണം വളരെ കഠിനമാണെന്നാണ്. അതുകൊണ്ട് എന്ത് ചെയ്യും? നമുക്ക് കഠിനമായ കാര്യങ്ങൾ കേൾക്കാൻ താല്പര്യമില്ലാത്തതുകൊണ്ട് ആദ്യത്തെ പടികൾ, പ്രാരംഭ പടികളിൽ തന്നെ നമ്മൾ നിൽക്കുന്നു, അത് കേൾക്കാൻ നമ്മൾ ആഗ്രഹിക്കുന്നു. ആമോസിന്റെ പുസ്തകം 8-ാം അധ്യായം 5-ാമത്തെ വാക്യം. കോതമ്പിന്റെ പതിർ വിൽക്കേണ്ടതിനും ധാന്യ വ്യാപാരം ചെയ്യുവാൻ തക്കവണ്ണം അമാവാസിയും കോതമ്പ് പീടിക തുറന്നു വെപ്പാൻ തക്കവണ്ണം ശബത്തും എപ്പോൾ കഴിഞ്ഞു പോകും എന്ന് പറഞ്ഞു. അവിടെ പറയുന്നത് ആമോസിന്റെ കാലത്ത് ആളുകൾ ശബത്ത് സമയത്ത് അവർക്ക് യെരുശലേം പട്ടണത്തിലേക്ക് കയറാൻ പാടില്ല. പട്ടണ വാതിലടയ്ക്കും. കച്ചവടക്കാരൊന്നും കച്ചവടം ചെയ്യാൻ പാടില്ല. പുറത്ത് കാത്തിരിക്കുന്നത്. എന്തിനാണ് ഡോർ അടച്ചത്? അല്ലെങ്കിൽ എന്തിനാണ് കച്ചവടം ചെയ്യരുതെന്ന് പറയുന്നത്? ആ സമയത്ത് അവർ പ്രാർത്ഥനയിലും ആരാധനയിലും സമയം ചെലവഴിക്കാൻ വേണ്ടി, ശബത്ത് ദൈവത്തിന് വേണ്ടി മാറ്റിവെക്കപ്പെട്ടത് എന്നുള്ള അർത്ഥത്തിലാണ്. പക്ഷെ ഇവർക്കതൊരു വലിയ ബേർഡനാണ്. അപ്പൊ ഇവര് പറയുകയാണ്, എപ്പോൾ ഈ ശബത്തൊന്ന് തീരും? അവര് പ്രമാണിക്കേണ്ട പ്രമാണങ്ങൾ സ്നേഹത്തിൽ നിന്നല്ല നിർബന്ധത്താൽ ചെയ്യേണ്ടി വരുന്നു. അതുകൊണ്ട് അവർക്കതൊരു ഭാരമായി തീരുന്നു. സ്നേഹത്തിൽ നിന്നല്ല നമ്മൾ ഈ കൽപ്പനകൾ പാലിക്കുന്നതെങ്കിൽ ഇത് ഒരു ഭാരമാണ്, ഇതൊരു ബോണ്ടേജ് ആണ്, ഇതൊരു അടിമത്തമാണ്. എന്നാൽ സ്നേഹത്തിലാണ് നമ്മളിത് ചെയ്യുന്നതെങ്കിൽ അത് നമുക്കൊരു ഭാരമല്ല, സ്നേഹത്തിൽ മാത്രമേ ഇത് ചെയ്യാൻ കഴിയൂ. ന്യായപ്രമാണം നമുക്ക് ഭാരമായി തോന്നിയാൽ അത് ന്യായപ്രമാണത്തിന്റെ ഭാരം കൊണ്ടല്ല, ന്യായപ്രമാണത്തിന്റെ കാഠിന്യം കൊണ്ടല്ല, മറിച്ച് സ്നേഹത്തിന്റെ കുറവ് കൊണ്ടാണ്. അവിടെ നമ്മൾ വായിച്ച വാക്യത്തിൽ അങ്ങനെയുള്ള ന്യായപ്രമാണം, സ്വാതന്ത്ര്യത്തിന്റെ പരിപൂർണ ന്യായപ്രമാണം, നമ്മുടെ ജീവിതത്തെ നമ്മളൊന്ന് പരിശോധിക്കുക. നമ്മൾ ചിന്തിക്കുന്നത് പഴയ നിയമകാലത്തിലുള്ള രീതി നമുക്കില്ലെന്നാണ്. അതായത് നമ്മൾ പഴയ നിയമത്തിൽ വായിക്കുന്ന അല്ലെങ്കിൽ ഗലാത്യ ലേഖനത്തിലൊക്കെ പൗലോസ് ശാസിക്കുന്ന കാര്യങ്ങൾ, പഴയ നിയമത്തിന്റെ രീതികൾ എന്താണ്? നിങ്ങളെ ക്രിസ്തു സ്വതന്ത്രരാക്കി ഇനിയും വീണ്ടും നിങ്ങൾ അടിമുഖത്തിൽ കുടുങ്ങി പോകാതിരിക്കാൻ സൂക്ഷിച്ചുകൊള്ളു. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങൾ നമുക്കില്ല പുതിയ നിയമത്തിൽ എന്നാണ് നമ്മൾ ചിന്തിക്കുന്നത്. എന്നാൽ ഒരു ഉദാഹരണം ഞാൻ പറയാം. സ്നാനത്തിന്റെ കാര്യം ഒന്ന് എടുക്കുക. എനിക്ക് പലപ്പോഴും സ്നാനം എന്ന് പറയുന്നത് പഴയ നിയമത്തിലെ ആ യഹൂദന്മാർ അവര് നിർബന്ധപൂർവം യഹൂദ മതത്തിന്റെ ആചാരമായി ചെയ്തിരുന്ന ഒരു പ്രവൃത്തി പോലെ മാത്രമാണ് പലപ്പോഴും തോന്നുന്നത്. അതായത് സ്നാനത്തിന് നമ്മൾ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്, അല്ലെങ്കിൽ സ്നാനത്തിൽ ആളുകൾ കാണുന്നത് ആ ചടങ്ങിനാണ്. സ്നാനപ്പെട്ടു, അല്ലെങ്കിൽ സ്നാനം കഴിഞ്ഞു, അല്ലെങ്കിൽ സ്നാനപ്പെടണം. സ്നാനം എന്ന് പറയുന്നത് ദൈവത്തോടുള്ള സമർപ്പണ ജീവിതത്തിന്റെ ഒരു പ്രാരംഭ അടയാളം മാത്രമാണ്. അതായത് ഇനി ഞാൻ അങ്ങേക്ക് സമർപ്പിതനായി ജീവിച്ചു കൊള്ളാം എന്നുള്ളതിന്റെ ഒരു സമർപ്പണം എടുക്കുന്ന ഒരു കാര്യം മാത്രമാണ് സ്നാനം. ഇനി ജീവിക്കുന്നത് ഞാനല്ല, ക്രിസ്തു അത്രേ എന്നിൽ ജീവിക്കുന്നത്. പിന്നീട് നടക്കേണ്ട കാര്യം നടക്കുന്നില്ലെങ്കിൽ ഈ ചടങ്ങിന് യാതൊരു അർത്ഥവുമില്ല, അല്ലെങ്കിൽ ഇതൊരു ചടങ്ങായി മാറും. ഈ സ്നാനം ഒരു ചടങ്ങായി മാറും. പലപ്പോഴും നമ്മൾ കണ്ടിട്ടുണ്ട് പല സ്ഥലങ്ങളിലും ഇനാഗുറൽ സ്റ്റോൺ, അതായത് ഒരു മാർബിളില് ഇങ്ങനെ കൊത്തി വെച്ചിട്ട് ഇന്ന ദിവസം ഇവിടെ പണിയാൻ പോകുന്ന നീന്തൽക്കുളം, അല്ലെങ്കിൽ ഇവിടെ പണിയാൻ പോകുന്ന കെട്ടിടം ഇന്ന ആള്, ഇന്ന മന്ത്രി ഉദ്ഘാടനം ചെയ്തു എന്നുള്ള ഇനാഗുറൽ സ്റ്റോൺ കാണാറുണ്ട്. പക്ഷെ ഇനാഗുറൽ സ്റ്റോൺ മാത്രമേ ഇവിടെ കാണത്തുള്ളൂ. വർഷങ്ങൾ കഴിഞ്ഞാലും പണിയൊന്നും നടക്കത്തില്ല. ആ ഇനാഗുറൽ സ്റ്റോൺ മാത്രം അവിടെ കാണും. ഇതുപോലെ തന്നെ ആകാം സ്നാനവും. എന്താ സ്നാനം എന്ന് പറയുന്നത്? സ്നാനം എന്ന് പറയുന്നത് ഇനി ഞാൻ ഒരു സമർപ്പിത ജീവിതം നയിച്ചു കൊള്ളാം ഫ്യൂച്ചറിൽ മുന്നോട്ട് എന്നുള്ളതിന്റെ ഒരു തീരുമാനമെടുക്കലും ഒരു പരസ്യമായ പ്രസ്താവനയുമാണ്. അതുകൊണ്ട് തന്നെ ആ ചടങ്ങിന് നമ്മൾ ഓവർ എംഫസിസ് കൊടുക്കരുത്. പലപ്പോഴും സ്നാനം എന്നുള്ള ഒരു പ്രവൃത്തിക്ക് കൊടുക്കുന്ന ഇമ്പോർട്ടൻസ് കാണുകയും അതിനുശേഷം എല്ലാം കെട്ടിപ്പൂട്ടി തോന്നിയതുപോലെ ജീവിക്കുകയും ചെയ്ത കാണുമ്പോൾ അതിന്റെ എല്ലാ അർത്ഥം നഷ്ടപ്പെട്ടു പോയോ എന്ന് സംശയിക്കുന്നു. പഴയ നിയമത്തിൽ ഇത് തന്നെയായിരുന്നു. സർക്കംസിഷൻ
എന്ന് പറയുന്നത് ദൈവത്തിന് മുൻപിലുള്ള ഒരു സമർപ്പിത ജീവിതത്തിന് വേണ്ടിയുള്ള ഒരു അടയാളമായിരുന്നു, പരിച്ഛേദന. എന്നാൽ എന്ത് സംഭവിച്ചു പിന്നീട്? അത് ഒരു ചടങ്ങിന്റെ ഭാഗമായി മാത്രം തീർന്നു. അതിനെയാണ് പിന്നീട് പൗലോസും അപ്പോസ്തലന്മാരും ഒക്കെ ശാസിക്കുന്നത്. പഴയ നിയമത്തിന്റെ ആ ബോണ്ടേജ്, ആ അടിമത്വം പുതിയ നിയമത്തിൽ ജീവിക്കുന്ന നമ്മുടെയും ജീവിതത്തിലേക്ക് വരാം. പ്രാർത്ഥന, തിരുവത്താഴം നമ്മൾ നടത്തുന്നത്, കൂട്ടായ്മകൾ, ഇതിനൊന്നും അർത്ഥമില്ലെന്നല്ല, അർത്ഥം നഷ്ടപ്പെട്ട ഒരവസ്ഥയിലേക്ക് എത്താം. അതാണ് ഇവിടെ പറയുന്നത്. എന്താണ് 25-ാമത്തെ വാക്യത്തിൽ? സ്വാതന്ത്ര്യത്തിന്റെ പരിപൂർണ ന്യായപ്രമാണം. സ്വാതന്ത്ര്യം തരുന്ന ആ ന്യായപ്രമാണം, ദൈവത്തിന്റെ വചനം. ആ വചനം ഞാൻ സൂക്ഷിച്ചു നോക്കുകയാണ്. എന്തുകൊണ്ടാണ് സൂക്ഷിച്ചു നോക്കുന്നത്? പേടി കൊണ്ടല്ല, നിർബന്ധം കൊണ്ടല്ല, ഒരു ചടങ്ങിന്റെ ഭാഗമായിട്ടല്ല. എനിക്കത് ആവശ്യമാണ്. എൻ്റെ പ്രാണപ്രിയന്റെ ഇഷ്ടമറിയാനുള്ള, പ്രാണപ്രിയൻ തന്നിരിക്കുന്ന ശരിയായ വഴി ഏതാണെന്ന് അറിയാനുള്ള ആഗ്രഹത്തോടെ വായിക്കുന്നു. അതുകൊണ്ടാണ് ഞാനത് സൂക്ഷിച്ചു നോക്കുന്നത്. അങ്ങനെയുള്ള ഒരു സൂക്ഷിച്ചു നോക്കലിനെ കുറിച്ച് കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ പറഞ്ഞു. ധ്യാനം, അന്വേഷണം, അത് മനസ്സിലാകുന്നതുവരെയും അത് അന്വേഷിക്കുന്നു, ആഗ്രഹിക്കുന്നു. അങ്ങനെയുള്ള ന്യായപ്രമാണം സൂക്ഷിച്ചു നോക്കുകയും അതിൽ നിലനിൽക്കുകയും ചെയ്യുന്നവൻ കേട്ടുമറക്കുന്നവനല്ല. അപ്പൊ അവൻ സൂക്ഷിച്ചു നോക്കുകയും അതിൽ നിലനിൽക്കുകയും ചെയ്യുന്നത് അവന്റെ യജമാനനോടുള്ള, അവന്റെ ദൈവത്തോടുള്ള സ്നേഹം കൊണ്ടായിരിക്കാൽ അവനത് മറക്കാൻ പറ്റത്തില്ല. ഈ മറക്കുക എന്ന് പറയുന്നത് ബൈബിളിലെ മുഴുവൻ കാര്യങ്ങൾ ഓർത്തിരിക്കുക എന്നല്ല. നമ്മുടെ ജീവിതത്തിൽ അതത് സമയങ്ങളിൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മുടെ ഉള്ളിലേക്ക് എടുത്തു കൊണ്ടുവന്ന് തരും. ആർക്ക്? ഹൃദയം കഠിനപ്പെടാത്തവർക്ക് മാത്രം. ഹൃദയം കഠിനപ്പെടുക എന്ന് പറയുമ്പോൾ അവിടെ പിന്നെ ഓർമ്മപ്പെടുത്തലില്ല, അവിടെ പരിശുദ്ധാത്മാവിനൊന്നും ചെയ്യാൻ പറ്റത്തില്ല. ഹൃദയം കഠിനപ്പെടാത്ത ഒരു വ്യക്തിയെ സംബന്ധിച്ച് അവന്റെ ഉള്ളിൽ വീണ ദൈവത്തിന്റെ വചനം, ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് അവനിലേക്ക് കൊണ്ടുവരും. എന്തുകൊണ്ടാണ് കൊണ്ടുവരുന്നത്? ദൈവത്തിന്റെ വചനം അവൻ സൂക്ഷിച്ചു നോക്കുകയാണ്, അറിയാനുള്ള ആഗ്രഹത്തോടെ നോക്കുകയാണ്. ആ ആഗ്രഹത്തിൽ, ദൈവത്തോടുള്ള സ്നേഹത്തിൽ നിന്ന് ദൈവത്തിന്റെ വചനം സൂക്ഷിച്ചു നോക്കുന്നവൻ, അതിൽ നിലനിൽക്കുക ചെയ്യുന്നവൻ, അവൻ മറന്നു പോകത്തില്ല. അവൻ മറന്നു പോകത്തില്ല. കാര്യം അത് സ്നേഹത്തിൽ കേട്ട കാര്യമാണ്, അല്ലെങ്കിൽ സ്നേഹത്തിൽ അന്വേഷിച്ച കാര്യമാണ്, ഭാരത്തിൽ നിന്നുണ്ടായതല്ല. അവന് മറക്കാൻ പറ്റത്തില്ല. ആ കേട്ടത് അവൻ എന്ത് ചെയ്യും? പ്രവർത്തിക്കും. കാരണം അവൻ കേട്ടത് പ്രവർത്തിക്കാൻ വേണ്ടിയാണ് കേട്ടത്. നമ്മൾ കേൾക്കുന്നത് എന്തിനു വേണ്ടിയാണ് എന്നുള്ളൊരു അന്വേഷണം നമുക്ക് ആവശ്യമാണ്. കേൾക്കാൻ വേണ്ടി അല്ലെങ്കിൽ പ്രവർത്തിക്കാൻ വേണ്ടിയാണോ നമ്മൾ കേൾക്കുന്നത്, അല്ലെങ്കിൽ കേൾക്കാൻ വേണ്ടിയാണോ? പ്രവർത്തിക്കാൻ വേണ്ടി കേൾക്കുന്നവൻ, അതിനെക്കുറിച്ച് പറയുന്നത്, അങ്ങനെയുള്ളവൻ അത് പ്രവർത്തിക്കും. അവൻ തന്റെ പ്രവൃത്തിയിൽ അനുഗ്രഹിക്കപ്പെട്ടവനാകും. പഴയ നിയമ ന്യായപ്രമാണവും പുതിയ നിയമവും തമ്മിലുള്ള വ്യത്യാസം. പഴയ നിയമത്തിൽ അനുസരിച്ച്, അല്ലെങ്കിൽ പഴയ നിയമ ന്യായപ്രമാണം അനുസരിച്ച്, ന്യായപ്രമാണത്തിന്റെ ചിന്താഗതി അനുസരിച്ച് ന്യായപ്രമാണം പ്രവർത്തിച്ചാണ് ഒരാൾ രക്ഷിക്കപ്പെടുന്നത്. അതായത് പ്രവൃത്തിയിലൂടെയാണ് അവൻ രക്ഷിക്കപ്പെടുന്നത്. എന്നാൽ യേശുക്രിസ്തുവിലൂടെ വന്ന പുതിയ നിയമം, യേശുക്രിസ്തു അതാണല്ലോ പറഞ്ഞത്, നിങ്ങൾക്ക് വേണ്ടി നൽകപ്പെടുന്ന എൻ്റെ രക്തത്തിൽ പുതിയ നിയമം. യേശുക്രിസ്തുവിന്റെ ക്രൂശുമരണത്തിലൂടെ നമുക്കൊരു പുതിയ നിയമം നൽകി. ആ നിയമം അനുസരിച്ച് നമ്മൾ രക്ഷിക്കപ്പെട്ടത് കൊണ്ടാണ് ന്യായപ്രമാണം നിവർത്തിക്കുന്നത്. മറ്റേത് അങ്ങനെയല്ല, ന്യായപ്രമാണം നിവർത്തിച്ചാണ് നമ്മൾ രക്ഷിക്കപ്പെടുന്നത്. പക്ഷെ യേശുക്രിസ്തുവിലൂടെ, അതായത് പുതിയ നിയമ വിശ്വാസികൾ രക്ഷിക്കപ്പെട്ടത് കൊണ്ടാണ് ന്യായപ്രമാണം നിവർത്തിക്കുന്നത്. 2, പഴയ നിയമത്തിൽ ആ കൽപ്പനയുടെ ബാഹ്യമായ തലത്തിനാണ് പ്രാധാന്യം. ആ കൽപ്പന നിവർത്തിച്ചാൽ മതി. ആ കൽപ്പന നിവർത്തിച്ചാൽ മതി. ഇപ്പോൾ ഒരു ടീച്ചർ വന്ന് ക്ലാസ് എടുക്കുകയാണ്. ആ ടീച്ചറിന് 1 മണിക്കൂർ ക്ലാസ് എടുത്താൽ ഒരു 500 രൂപ
ഫീസ് കിട്ടുമായിരിക്കും. ചില സ്ഥലത്ത് അങ്ങനെയാണ്, മണിക്കൂറിനാണ് ചാർജ്. അപ്പോൾ ആ ടീച്ചർ ക്ലാസ് എടുത്താൽ മതി, കുട്ടികൾക്ക് മനസ്സിലായോ ഇല്ലയോ എന്നുള്ള വിഷയമല്ല. പക്ഷെ എല്ലാ ടീച്ചേഴ്സും അങ്ങനെയല്ല. ചില ടീച്ചേഴ്സ് ക്ലാസ് എടുക്കുന്ന എന്തിനാ? പിള്ളേർക്ക് മനസ്സിലാകാൻ വേണ്ടിയാണ്. വേറെ ടീച്ചേഴ്സ് ക്ലാസ് എടുക്കുകയാണ്. അപ്പൊ പഴയ നിയമത്തിൽ ആ കൽപ്പന നിവർത്തിച്ചാൽ മതി. പക്ഷെ പുതിയ നിയമത്തിൽ അങ്ങനെയല്ല. ആ നിവർത്തിക്കുന്ന കൽപ്പനയും ആ വ്യക്തിയും തമ്മിൽ ഒരു ബന്ധമുണ്ട്. അതായത് ആരാധന നടത്തി പോകാൻ പറ്റത്തില്ല, പ്രാർത്ഥിച്ചിട്ട് പോകാൻ പറ്റത്തില്ല. ആ കൽപ്പനയും ആ വ്യക്തിയും തമ്മിൽ ഒരു ബന്ധമുണ്ട്. ആ ബന്ധമില്ലെങ്കിൽ ആ കൽപ്പന ഒരു പ്രയോജനമില്ല. ആ കൽപ്പന ഡെഡാണ്, നിർജീവമായ കൽപ്പനയാണ്. നമ്മുടെ ഒക്കെ ജീവിതത്തിൽ നമ്മൾ ചെയ്യുന്ന ഓരോ കാര്യങ്ങളും ഒന്ന് പരിശോധിക്കുക. അത് സജീവമായ കൽപ്പനയായിട്ടാണോ ഒരു നിർജീവമായ കൽപ്പനയായിട്ടാണോ പ്രവർത്തിക്കുന്നത്? തിരുവത്താഴത്തിൽ നമ്മൾ പങ്കാളികളാകുമ്പോൾ അതിൽ പങ്കാളിയാകുന്നതാണോ വിഷയം? ആ പങ്കാളിയാകുന്ന നാം ആ ബന്ധത്തിൽ സജീവമായി തുടരുകയാണോ? ഒരു ഉദാഹരണം പറഞ്ഞാല്, റിപ്പന്റൻസ്, പശ്ചാത്താപത്തിന്റെ വാക്ക് പറഞ്ഞാലും പശ്ചാത്താപമാണ്. പശ്ചാത്താപത്തിന്റെ ഒരു വാക്കുകളുണ്ടല്ലോ, അത് പറഞ്ഞാലും പശ്ചാത്താപമാണ്. പഴയ നിയമത്തിൽ അത് മതി, പശ്ചാത്താപത്തിന്റെ വാക്കുകൾ പറഞ്ഞാൽ മതി. പക്ഷെ പുതിയ നിയമത്തിൽ അങ്ങനെയല്ല. പുതിയ നിയമത്തിൽ ഞാൻ ആ പശ്ചാത്താപത്തിന്റെ വാക്കുകൾ പറയുമ്പോൾ ആ വാക്കുകൾ എൻ്റെ ഹൃദയത്തിൽ നിന്നുള്ളതായിരിക്കണം. ആ വാക്കുകളും ഞാനും തമ്മിലൊരു ബന്ധമുണ്ട്. പഴയ നിയമത്തിൽ ന്യായപ്രമാണമാണ് ഒന്നാമത്. പുതിയ നിയമത്തിൽ അങ്ങനെയല്ല. പുതിയ നിയമത്തിൽ ഞാൻ ന്യായപ്രമാണം അറിയുന്നത് ക്രിസ്തുവിലൂടെയാണ്. പഴയ നിയമത്തിൽ ന്യായപ്രമാണമാണ് ഒന്നാമത്. പുതിയ നിയമത്തിൽ അങ്ങനെയല്ല. പുതിയ നിയമത്തിൽ ന്യായപ്രമാണം ഞാൻ അറിയുന്നത് ക്രിസ്തുവിലൂടെയാണ്. ക്രിസ്തുവുമായിട്ട് എനിക്കൊരു ബന്ധമില്ലെങ്കിൽ ഈ ന്യായപ്രമാണം കൊണ്ടൊരു പ്രയോജനവും ഇല്ല. എൻ്റെ ഭക്തി പുതിയ നിയമത്തിൽ അളക്കുന്നത് എത്ര വാക്യം അറിയാമെന്നത് ഉള്ളതല്ല, ക്രിസ്തുവിനോടുള്ള ബന്ധമാണ്. പഴയ നിയമത്തിൽ അങ്ങനെയല്ല. ന്യായപ്രമാണം എത്ര അറിയാമോ അവൻ അത്ര ഭക്തനാണ്, അത്രമാത്രം ബഹുമാനം കിട്ടുന്നവനാണ്. പഴയ നിയമത്തിൽ ഞാൻ സജീവമാണ്, ഐ ആം ആക്റ്റീവ്, ഞാൻ സജീവമാണ്. പുതിയ നിയമത്തിൽ ഐ ആം ഡെഡ്, ഞാൻ മരിച്ചവനാണ്. റോമാലേഖനം 6-ാം അധ്യായം 6-ാമത്തെ വാക്യം. We know that our old sinful selves were crucified with Christ, so that Christ might lose his power in our lives. We are no longer slaves to sin. നാം മരിച്ചു, ക്രിസ്തു നമ്മിലൂടെ ജീവിക്കുക. പഴയ നിയമത്തിൽ അങ്ങനെയല്ല. ഞാൻ വളരെ ആക്റ്റീവാണ്. അതുകൊണ്ട് തന്നെയാണ് പഴയ നിയമത്തിൽ ആ ന്യായപ്രമാണം നിവർത്തിക്കുന്നവൻ എല്ലാ ക്രെഡിറ്റും ഉണ്ട്. പൗലോസ് പറയുമ്പോൾ തൻ്റെ ആ ക്രെഡിറ്റുകളെ കുറിച്ച് പറയുമ്പോൾ 8-ാം നാളിൽ പരിച്ഛേദനയേറ്റവൻ. നമ്മളും അത് പുതിയതിൽ പറയാറുണ്ട്. ഞാൻ സ്നാനപ്പെട്ടവൻ, ഞാൻ പരിശുദ്ധാത്മാഭിഷേകം പ്രാപിച്ചവൻ, അന്യഭാഷ പറയുന്നവൻ. ഇങ്ങനെയുള്ള തോന്നലുകളൊക്കെ നമ്മിൽ ഉണ്ടാകുമ്പോൾ, ഇപ്പോൾ സ്നാനപ്പെടാത്ത ഒരാളോട് സ്നാനപ്പെട്ട എനിക്ക് ഒരു പുച്ഛ മനോഭാവം ഉണ്ടാകുമ്പോൾ ആ പഴയ നിയമത്തിൽ അതേ സ്വഭാവം തന്നെയാണ്. നമുക്ക് ഭാരമുണ്ടാകണം, അതില്ലാത്തവരോട് ഭാരമുണ്ടാകണം. പക്ഷെ പുച്ഛം തോന്നുമ്പോൾ, ഞാൻ നിന്നേക്കാൾ കൂടിയ പാർട്ടിയാണെന്ന് തോന്നുമ്പോൾ, കുറച്ച് നാൾ മുമ്പ് ഒരാൾ എന്നോട് പറഞ്ഞു, എനിക്ക് ബിജിച്ചായൻ ഓർഡിനേഷൻ തരണമെന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞു, എനിക്ക് ആരും ഓർഡിനേഷൻ തരും? നമ്മുടെ ഒക്കെ അവസ്ഥ ഇതാണ്. നമുക്ക് പുകഴാൻ ഒന്നും തന്നെ ഇല്ല. ഐ ആം ഡെഡ്, ക്രിസ്തു എന്നിലൂടെ ജീവിക്കുന്നു. 25-ാമത്തെ വാക്യം ഞാൻ ഒന്നുകൂടെ വായിക്കുന്നു. സ്വാതന്ത്ര്യത്തിന്റെ പരിപൂർണ ന്യായപ്രമാണം സൂക്ഷിച്ചു നോക്കുകയും അതിൽ നിലനിൽക്കുകയും ചെയ്യുന്നവൻ കേട്ടു മറക്കുന്നവനല്ല, പിന്നെയോ പ്രവൃത്തി ചെയ്യുന്നവനാകയാൽ തൻ്റെ പ്രവൃത്തിയിൽ അനുഗ്രഹിക്കപ്പെട്ടവനാകും. എന്തുകൊണ്ടാണ് പ്രവൃത്തിയിൽ അവൻ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നത്? നേരത്തെ പറഞ്ഞതുപോലെ പഴയ നിയമ ന്യായപ്രമാണത്തിന്റെ രീതിയിലല്ല അവൻ ചെയ്യുന്നത്.
പഴയ നിയമ ന്യായപ്രമാണത്തിന്റെ രീതിയിലാണ് ചെയ്യുന്നതെങ്കിൽ അവന്റെ കഴിവുകൊണ്ട്, അവന്റെ ശക്തി കൊണ്ട്, അവന്റെ ഡെഡിക്കേഷൻ കൊണ്ട് അവൻ ചെയ്തു. അതുകൊണ്ട് അവൻ അഹങ്കാരിയാകും, അവൻ ആളുകളോട് അത് പറയും, ആളുകളുടെ മുമ്പിൽ അവനൊരു ഭാവം ഉണ്ടാകും. പക്ഷെ പുതിയ നിയമത്തിൽ അവൻ അനുഗ്രഹിക്കപ്പെട്ടവനായി തീരാനുള്ള കാരണം അവൻ ഇത് ചെയ്തതൊന്നും അവൻ്റെതായ കാര്യങ്ങൾ കൊണ്ടല്ല, ഞാൻ മരിച്ച് ക്രിസ്തു എന്നിലൂടെ ജീവിക്കുന്നത് കൊണ്ട് ഞാൻ നിവർത്തിച്ചു. അത്രയും പറഞ്ഞിട്ട് യാക്കോബ്, നമ്മൾ നേരത്തെ മുകളിൽ കണ്ടപ്പോൾ ഒരു വാക്യം വായിച്ചപ്പോൾ നമ്മളിത് അല്പം ചിന്തിച്ചതാണ്. മനുഷ്യന്റെ കോപം ദൈവത്തിന് നീതിയെ പ്രവർത്തിക്കുന്നില്ല. 26 വാക്യം നമ്മൾ അല്പമായിട്ട് കണ്ടു, എന്നാൽ കുറച്ചുകൂടി നമുക്ക് നോക്കാം. നിങ്ങളിൽ ഒരുവൻ തന്റെ നാവിന് കടിഞ്ഞാണിടാതെ തന്റെ ഹൃദയത്തെ വഞ്ചിച്ചുകൊണ്ട് താൻ ഭക്തനെന്ന് നിരൂപിച്ചാൽ അവന്റെ ഭക്തി വ്യർത്ഥമത്രേ. ഓക്കെ, സംസാരത്തെ കുറിച്ച് വേദപുസ്തകം വളരെ വിശദമായി പറയുന്നുണ്ട്. ഇവിടെ യാക്കോബ് പറയാണ്, ഒരുവൻ തൻ്റെ നാവിനെ കടിഞ്ഞാണിടേണ്ടത് ആവശ്യമാണ്. നാവിനോടുള്ള ബന്ധത്തിൽ യാക്കോബ് തന്നെ പറയുന്ന ഒരു കാര്യം, പല കാര്യങ്ങളെ കുറിച്ച് നമ്മൾ നോക്കുന്നുണ്ട്. അതിൽ യാക്കോബ് പറയുന്ന ഒരു കാര്യം ഇതാണ്, 3-ാം അധ്യായത്തിന്റെ 5-ാം വാക്യം. അങ്ങനെ തന്നെ നാവും ചെറിയ അവയവമെങ്കിലും വളരെ വമ്പു പറയുന്നു. നാവിനെ കടിഞ്ഞാണിടുന്ന കാര്യത്തെക്കുറിച്ച് പറഞ്ഞപ്പോൾ യാക്കോബ് പറയാണ്, നാവിന്റെ ഒരു പ്രശ്നം വളരെ വമ്പ് പറയുന്നു. നാവല്ല സത്യത്തിൽ വമ്പ് പറയുന്നത്, ഹൃദയമാണ് വമ്പ് പറയുന്നത്. ഈ നാവെന്ന് പറയുന്നത് ഒരു മൈക്രോഫോൺ മാത്രമാണ്. ആ ശബ്ദത്തെ പുറത്തു കൊണ്ടുവരുന്ന അവയവം മാത്രമാണ് നാവ്. പക്ഷേ നാവ് കടിഞ്ഞാണിട്ടാൽ നമുക്ക് ശുദ്ധീകരണം എളുപ്പമാണ്. നാവ് കടിഞ്ഞാണിട്ടാൽ ശുദ്ധീകരണം എളുപ്പമാണ്. നമ്മുടെ ഉള്ളിലുള്ള അഹങ്കാരം അത് പുറത്തു കൊണ്ടുവരാൻ നമുക്ക് വലിയ ഒരു ത്വരയുണ്ട്, ഒരു വലിയ ആഗ്രഹമുണ്ട്. നമ്മുടെ ഉള്ളിൽ വലിയൊരു തള്ളലുണ്ട്. നമ്മുടെ കഴിവുകൾ, നമ്മുടെ ബഹുമാനം ലഭിക്കേണ്ട കാര്യങ്ങൾ, മറ്റുള്ളവരാൽ ശ്രദ്ധിക്കപ്പെടുന്ന കാര്യങ്ങൾ, ഇതൊക്കെ പുറത്തു കൊണ്ടുവരാനുള്ള വലിയൊരു അടങ്ങാത്ത ദാഹം എവിടെ നിന്ന് കിട്ടി? അതൊരു ജഡത്തിന്റെ പ്രവൃത്തിയാണ്, പിശാചിന്റെ ഒരു സ്വഭാവത്തിന്റെ ഭാഗമാണ്. അതായത് ഫോളൻ നേച്ചറിലാണല്ലോ നമ്മളൊക്കെ ജീവിക്കുന്നത്. ഈ മനസ്സ് പുതുക്കി രൂപാന്തരപ്പെടാൻ പറയുന്നത് എന്തിനാ? നമുക്കൊക്കെ ദൈവത്തിന്റെ മനസ്സായിരുന്നെങ്കിൽ നമ്മളൊന്നും പുതുക്കപ്പെടണ്ട. ഈ ഫോളൻ നേച്ചറിൽ കിടക്കുമ്പോൾ അത് പിശാചിന്റെ ഒരു സ്വഭാവത്തോടാണ് ബന്ധപ്പെട്ടിരിക്കുന്നത്. അതിൽ നിന്ന് രൂപാന്തരപ്പെടാനാണ് റോമലേഖനം 12:2 നമ്മൾ വായിക്കുന്നത്. പിശാചിന്റെ ഒരു സ്വഭാവമാണ് വമ്പ് പറയുക. അപ്പൊ നാവ് വമ്പ് പറയാൻ ഉപയോഗിക്കുന്നു. അപ്പൊ നാവിനോട് ബന്ധപ്പെട്ടുള്ള ചില കാര്യങ്ങൾ നമ്മൾ ചിന്തിക്കുന്നു. അതിലൊന്നാണ് വമ്പ് പറയുക. കൺട്രോൾ അവർ ടങ്. എസ്പെഷ്യലി ഈ കാര്യത്തിൽ ഇവിടെ നമ്മൾ പറയുന്നത്, പല കാര്യം താഴെ പറയും, അതിലൊന്നാമത്തേത് വമ്പ് പറയുന്നതിൽ നിന്ന് നാവിനെ കൺട്രോൾ ചെയ്യുക. ചില ആളുടെ കൂടെയൊക്കെ നമ്മൾ സംസാരിക്കുമ്പോൾ അറിയാം, അവർക്ക് വമ്പ് പറയാനുള്ള എല്ലാ യോഗ്യതകളും ഉണ്ടെങ്കിൽ പോലും വമ്പ് പുറത്തേക്ക് വരത്തില്ല, അവരുടെ നാവിലൂടെ വരത്തില്ല. യാക്കോബ് ഒരു കാര്യം പറയുന്നുണ്ട്, ഒരേ ഉറവിൽ നിന്ന് കയ്പുള്ള വെള്ളവും മധുരമുള്ള വെള്ളവും വരൂ. അങ്ങനെയാണെങ്കിൽ ഒരേ നാവ് കൊണ്ട് എങ്ങനെയാണ് ദൈവത്തെ ആരാധിക്കാനും അതോടൊപ്പം തന്നെ മനുഷ്യനെ ആരാധിക്കാനും പറ്റുക? ദൈവത്തെ ആരാധിക്കുക മധുരം, മനുഷ്യനെ ആരാധിക്കുന്നത് കയ്പ്. അത് പറ്റത്തില്ല, അത് പാടില്ല. ഈ നാവെന്ന് പറയുന്നത് ദൈവത്തെ ആരാധിക്കാൻ, ദൈവത്തെക്കുറിച്ചുള്ള മഹത്വം പറയാൻ, അല്ലെങ്കിൽ ദൈവത്തെക്കുറിച്ചുള്ള വമ്പ് പറയാൻ, അത് നമ്മുടെ വമ്പ് പറയാൻ വേണ്ടി ഉപയോഗിക്കരുത്. നമ്മുടെ നാവ് ദൈവത്തിന് ഡെഡിക്കേറ്റ് ചെയ്യുക, ആരാധന. അതാണ് റോമലേഖനത്തിൽ നമ്മൾ വായിക്കുന്നത്, ബുദ്ധിയുള്ള ആരാധനയായി നമ്മുടെ ശരീരങ്ങളെ സമർപ്പിക്കുവിൻ. നമ്മുടെ ശരീരങ്ങളെ സമർപ്പിക്കുന്ന കൂട്ടത്തിൽ നാവിനെ സമർപ്പിക്കുന്നു. എന്തിനു വേണ്ടി? വമ്പ് പറയാതിരിക്കാനും ദൈവത്തിന്റെ മഹത്വം പറയാനും. ദൈവത്തിന്റെ മഹത്വം മാത്രമേ പറയാവൂ. അതിന് ഒരു കടിഞ്ഞാൺ ആവശ്യമാണ്. ചില സിഗ്നൽസ് നല്ലതാണ്. നമ്മൾ ചില റിമൈൻഡേഴ്സ് വെക്കുക. അതിനെ പ്രോത്സാഹിപ്പിക്കരുത്. വമ്പ് പറയുന്നതിനെ നമ്മൾ പ്രോത്സാഹിപ്പിക്കരുത്. നമ്മുടെ കുടുംബത്തിലായാലും സമൂഹത്തിലായാലും വമ്പ് പറയുന്നത് പ്രോത്സാഹിപ്പിക്കരുത്. കാരണം അതിനെ വേദപുസ്തകം നിഷേധിക്കുന്നു. വേദപുസ്തകം അത്
പിശാചിന്റെ സ്വഭാവമായിട്ട് പറയുന്നു. മറ്റൊന്ന് നാവിനോട് ബന്ധം, ഡു നോട്ട് ജഡ്ജ്. ഇവിടെ പറയുന്നത് ഒരുവൻ തന്റെ നാവിനെ കടിഞ്ഞാണിടാതെ താൻ ഭക്തനെ നിരൂപിച്ചാൽ അവന്റെ ഭക്തി വ്യർത്ഥം. അപ്പൊ നാവിനോട് ബന്ധത്തിൽ ഒന്നാമത് വമ്പ് പറയുന്ന കാര്യം, രണ്ടാമത് വിധിക്കുന്നത്, ഡു നോട്ട് ജഡ്ജ്. നാവ് കൊണ്ടാണ് നമ്മൾ വിധിക്കുന്നത്. എളുപ്പത്തിൽ കഴിയുന്ന കാര്യമാണ് വിധി, പക്ഷെ വരുന്ന ഭവിഷ്യത്ത് വളരെ വലുതാണ്. എളുപ്പത്തിൽ കഴിയും. ഒരു സംഭവത്തോടുള്ള ബന്ധത്തിൽ പെട്ടെന്നൊരു വിധി പറയാൻ എളുപ്പമാണ്. ഓ, എന്തിനാ അത് പ്രവർത്തിച്ചേ, അല്ലെങ്കിൽ അവനെ ചെയ്യൂ. അങ്ങനെ എളുപ്പത്തിൽ വിധി പറയാം. പക്ഷെ അതിന്റെ കോൺസിക്വൻസ് എന്നോടുള്ള ബന്ധത്തിലും അയാളുടെ ബന്ധത്തിലും അത് വളരെ വലുതാണ്. ഡു നോട്ട് ജഡ്ജ്. ടെല്ലിംഗ് ലൈ, നുണ പറയുക എന്നുള്ളത് ഇന്ത്യൻ ക്രിസ്ത്യാനിറ്റിയിൽ അത്ര ശക്തമായിട്ട് വേരോടിയിട്ടില്ല. എന്നാൽ വെസ്റ്റേൺ ക്രിസ്ത്യാനിറ്റിയിൽ ഈ കാര്യത്തിൽ അവര് വളരെ മുൻപന്തിയിലാണ്. അതെനിക്ക് തോന്നുന്നു അവരുടെ കൾച്ചറെ അങ്ങനെയാണ്. അത് വിശ്വാസി ആയില്ലെങ്കിലും അവര് നുണ പറയുന്നതിൽ കുറച്ച് പുറകിലാണ്. നുണ പറയരുത്. വേദപുസ്തകത്തിൽ പഠിപ്പിക്കുന്നു, നിങ്ങളുടെ വാക്ക് ഉവ്വ് ഉവ്വ് എന്നും ഇല്ല ഇല്ല എന്നുമായിരിക്കട്ടെ, അതിലധികമായത് ദുഷ്ടനിൽ നിന്ന് വരുന്നു. ഈ നാവിനോടുള്ള ബന്ധത്തിലുള്ള കാര്യങ്ങൾ ഒരു ട്രെയിനിങ് ആണ്. നുണ പറയാൻ നമ്മൾ ശീലിച്ചു തുടങ്ങിയാൽ വളരെ എളുപ്പത്തിൽ നുണ പറയാൻ പറ്റും. ചില ആളുകള് ഒരു മരണഭയത്തിന് മുമ്പിൽ ചിലപ്പോൾ നുണ പറയും. എന്നാൽ ചില ആളുകള് വെറുതെ നുണ പറയും. അതായത് ഒരു മരണഭയോ ഇല്ല, സത്യം പറഞ്ഞാൽ വലിയ വിപത്തുകളൊന്നും സംഭവിക്കത്തില്ല, എങ്കിലും നമ്മുടെ ഭാഷ ചുമ്മാ നുണ പറയും. നുണ പറയാൻ പാടില്ല എന്ന് പറയുമ്പോൾ അത് തന്നെയാണ് വേദത്തിന്റെ കൽപ്പനകൾ. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ഒരിക്കലും നുണ പറയത്തില്ലെന്നല്ല, നുണ പറഞ്ഞാൽ നമ്മളൊരു പാപം ചെയ്തു എന്നുള്ളൊരു ബോധ്യം നമുക്ക് ഉണ്ടാകത്തക്ക വിധത്തിൽ ആ നിയമമായിട്ട് നിൽക്കട്ടെ. പിന്നീട് എനിക്ക് തോന്നുന്നു വേറെ ഭാഗത്ത് നമ്മൾ അതിനെക്കുറിച്ച് കുറച്ചും കൂടി പഠിക്കും. പരദൂഷണം പറയുക, വേറൊരാളെ കുറിച്ച് മറ്റൊരാളോട് നമ്മൾ പറയുന്ന നല്ല കാര്യമൊന്നുമല്ലല്ലോ, അത് പറയാൻ അങ്ങനെ അതൊക്കെ നമ്മൾ ഡെവലപ്പ് ചെയ്യണം. ഇതൊക്കെ ഈ സംസാരത്തോടുള്ള ബന്ധത്തിലുള്ള കാര്യങ്ങളൊക്കെ ഒരു ശീലത്തിന്റെ ഭാഗമായി മാറുകയാണ്. നിങ്ങളൊരു കാര്യം ഓർക്കണം, ഞാൻ നിങ്ങളുടെ വീട്ടിൽ വന്നാൽ, അല്ലെങ്കിൽ നിങ്ങൾ എൻ്റെ വീട്ടിൽ വരുമ്പോൾ ഞാൻ ഒരു ഗോസിപ്പ് പറയുമ്പോൾ ഞാൻ ചിന്തിക്കുന്നത് ഞാൻ വലിയൊരു കാര്യം പറഞ്ഞു എന്നാണ്. പക്ഷെ നിങ്ങൾ എനിക്ക് മാർക്ക് കിട്ടും. ഞാൻ ഈ അടുത്തൊരു മെസ്സേജ് കേട്ടപ്പോൾ ഇന്നെന്താണ് ഭക്ഷണം എന്ന് ചോദിച്ചപ്പോൾ ഞായറാഴ്ചയാണെങ്കിൽ ഒരു ഫ്രൈ കൂടെ ഉണ്ടെന്ന് പറഞ്ഞു. അതെന്താന്ന് ചോദിച്ചപ്പോൾ പാസ്റ്ററെ അന്ന് ഫ്രൈ ചെയ്യും, അല്ലെങ്കിൽ പ്രസംഗം പറഞ്ഞ ആളെ ഫ്രൈ ചെയ്യും. ഒരു കൾച്ചർ നമ്മൾ നമ്മുടെ വീട്ടിൽ ഉണ്ടാക്കിയെടുക്കുക. ഞാനൊരു പിതാവാണ്, ഞാൻ കുറച്ച് കഴിയുമ്പോൾ ഞാൻ മരിക്കും. പക്ഷെ ഞാനൊരു സംസ്കാരം ഇട്ടിട്ട് പോയിട്ടുണ്ട്. എവിടെ? എൻ്റെ മക്കളുടെ ഇടയിൽ. ആ സംസ്കാരം അവരെ കിടന്ന് പഠിച്ചു. ഗോസിപ്പ് പറയുന്ന സംസ്കാരം. ഗോസിപ്പും കൂടി പറഞ്ഞില്ലെങ്കിൽ പിന്നെ സംസാരം ഡെഡാവും. നമ്മുടെ സംസാരത്തിന്റെ ഒരു കൊഴുപ്പ് ചേർക്കുന്ന, അല്ലെങ്കിൽ സംസാരത്തിന്റെ രുചി കൂട്ടുന്ന മസാലയാണ് ഗോസിപ്പുകൾ. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ചിലവരെ നിർബന്ധപൂർവം അല്ലെങ്കിൽ സാഹചര്യം കൊണ്ട് പറഞ്ഞു, ചിലവരെ ഒരു കാരണമില്ലാതെ വല്ലയിടത്ത് നിന്നവനെ വലിച്ചു കൊണ്ടുവന്നിട്ട് അവനെ കുറിച്ചുള്ള ഒരു കാര്യം കൂടി പറയും. ഞാൻ ഈ അടുത്ത് ആരെക്കുറിച്ച് ഇങ്ങനെ കേട്ടപ്പോൾ ഞാൻ ഓർത്ത്, കർത്താവേ, ഒരു കാരണവുമില്ലല്ലോ ആ വ്യക്തി എന്നോട് ഗോസിപ്പ് ചെയ്യാൻ. ആ ഗോസിപ്പിന് ഉപയോഗിച്ച, അല്ലെങ്കിൽ ഗോസിപ്പ് ആരെ കുറിച്ചാണ് പറഞ്ഞത്, അയാളുമായിട്ട് ബന്ധമൊന്നുമില്ല. ആകാശത്തിൽ കൂടെ പറന്നുപോയ കിളിയെ പിടിച്ചുകൊണ്ട് തന്നെ തലയിൽ കൂട് കുട്ടിച്ചു എന്ന് പറഞ്ഞ പോലെയാണ് ഇവിടുത്തെ വിഷയം. പരദൂഷണം വേദപുസ്തകം വെറുക്കുന്ന കാര്യമാണ്. ആരോ ഒരാളോട്, എനിക്കറിയാവുന്ന അയാളോട് വേറൊരാൾ പറഞ്ഞു, ഈ പറയുന്ന കാര്യം ഞാൻ അയാളോട് പറയുന്നു. അത് പറ്റത്തില്ല, അങ്ങനെയാണ് ഒരു കാര്യം എന്നോട് പറയേണ്ടെന്ന് പറഞ്ഞു. അയാളോട് പറയേണ്ടാത്ത കാര്യമാണെങ്കിൽ നീ പറയണ്ട. നമ്മൾ വേറൊരാളെ കുറിച്ച് ഒരാളോട് ഒരു ഗോസിപ്പ് പറയുമ്പോൾ ഒരു പക്ഷേ അയാൾ ഇന്നസെന്റ് ആയിരിക്കും. അങ്ങനെയുള്ള ഇന്നസെന്റ് ആയ ഒരാളെ, നിഷ്കളങ്കനായ ഒരാളെയാണ് ഞാൻ ഒരു പാപിയായിട്ട് ഒരാളുടെ മുമ്പിൽ ചിത്രീകരിച്ചത്. 3-ാമത്തെ അധ്യായം 8-ാമത്തെ വാക്യത്തിൽ പറയുന്നൊരു കാര്യമുണ്ട്, നാവിനെയോ ഒരു മനുഷ്യനും മെരുക്കാവുന്നതല്ല, അതടങ്ങാത്ത ദോഷമാണ്, മാരകമായ വിഷം നിറഞ്ഞതാണ്. മാരകമായ വിഷം നിറഞ്ഞതാണ് നാവ്. അതുകൊണ്ടാണ് യാക്കോബ് അത്ര ഗൗരവത്തോടെ പറയുന്നത്, നാവിനെ കടിഞ്ഞാണിടുക. നമ്മൾ അതിനുവേണ്ടി പ്രാർത്ഥിക്കുക.
അതിനുവേണ്ടി ഉപവസിക്കുക. അങ്ങനത്തെ ചില ശീലങ്ങളുണ്ടെങ്കിൽ നമ്മൾ കുറച്ച് നാള് അങ്ങനെ നിർബന്ധപൂർവ്വമുള്ള ആ ശീലം പ്രാക്ടീസ് ചെയ്താൽ നമുക്ക് പെട്ടെന്ന് ഷിഫ്റ്റ് ചെയ്യാം. ഏതിൽ നിന്ന്? ഈ പരദൂഷണം പറയുന്നതിൽ നിന്നും വിധിക്കുന്നതിൽ നിന്നും ഒക്കെ പെട്ടെന്ന് നമുക്ക് ഷിഫ്റ്റ് ചെയ്യാൻ പറ്റും. നമ്മുടെ രീതികൾ അങ്ങനെയാണല്ലോ. കുറച്ചു കാലം നമ്മൾ ഒരു കാര്യം പ്രാക്ടീസ് ചെയ്താൽ അത് നമ്മുടെ ഒരു ശീലമായിട്ട് മാറും. മറിച്ച് ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ ശീലിക്കാൻ തുടങ്ങിയാൽ, വിധിക്കുന്നതാകട്ടെ, നുണ പറയുന്നതാകട്ടെ, പരദൂഷണം പറയുന്നതാകട്ടെ, നമ്മൾ ശീലിച്ചു കഴിഞ്ഞാൽ അതും നമ്മുടെ ശീലമായിട്ട് മാറും. അതുകൊണ്ട് വേദസ്വം പറയുന്നത്, ഒരുവൻ തൻ്റെ നാവിനെ കടിഞ്ഞാണിടാതെ താൻ ഭക്തനെ നിരൂപിച്ചാൽ അവന്റെ ഭക്തി വ്യർത്ഥം. നമ്മളിവിടെ ക്ലാസ് അവസാനിപ്പിക്കും.